തോമസ് പാസ്റ്റർ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയാനിടയായി, ലഭിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികയിലും ഇത് നിങ്ങളെ എന്ത് ചെയ്യാൻ ഞാൻ എപ്പോഴും ഓർപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. എപ്പോഴും ഓർപ്പിക്കുവാൻ. കർത്താവിന്റെ മേശ നമ്മളെ എപ്പോഴും ഓർപ്പിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ്, ഞാൻ പറയാം, ദൈവസന്നിധി കടന്നു വരുമ്പോൾ, ഒരു നിമിഷം എല്ലാവരും കൊണ്ട് നോക്കട്ടെ, ദൈവസന്നിധി കടന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനകളൊന്നും വൃഥാവി തന്നതല്ല. എന്താ വെച്ചാൽ ഇവിടെ ഒരു അപ്പവും അത് വെച്ചൊരു വീഞ്ഞൊക്കെ ഇരിക്കുന്ന അങ്ങ് കുടിച്ചിട്ട് അങ്ങ് പോകാൻ വേണ്ടി, അങ്ങനല്ല. യേശു കർത്താവ് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ കർത്താവ് പറയുന്നു, ഇത് എന്റെ രക്തത്തിൽ പുതിയ നിയമമാണെന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു പോയി. എന്നാൽ കൊരിന്ത്യർ ലേഖനത്തിൽ വരുമ്പോ ഇത് വീണ്ടും ഓർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് പൗലോസിന് ഇട കൊടുക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? എപ്പോഴാണ് കൊടുക്കുന്നത്? ഇങ്ങനെ പൗലോസ് കൊരിന്ത്യ വിശ്വാസികളോട് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ. അന്നേരം അതിന്റെ അർത്ഥം, ഞാനിത് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നത്, നേരത്തെ പൗലോസ് ചിലപ്പം വാമൊഴിയായിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. വാമൊഴിയായിട്ട് ഇത് പറഞ്ഞാണ്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും, ഒരിക്കൽ ഞാൻ ഏൽപ്പിച്ചതെന്നാന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. എന്തുകൊണ്ട് പൗലോസ് ഇത് വീണ്ടും താന് എഴുതി വരമൊഴിയായിട്ട് കൊടുക്കുമ്പോൾ വീണ്ടും അത് ഓർപ്പിക്കുക? ഞാൻ നിങ്ങളോട് കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചിട്ട് ഞാൻ വാമൊഴിയായിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എത്തിയിട്ടുണ്ടായിരിക്കും. വിഷയം എന്താണ്? ആ യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പൗലോസ് അവിടെ പറയുന്നു. പക്ഷെ ഇത് എന്തിനോട് ബന്ധിച്ചാ പറയുന്നതെന്നറിയാവോ? അവിടെ താനൊരു ഡിവൈൻ ഒറിജിൻ പറയുക, അതിന്റെ ഒരു ദൈവികമായ തുടക്കത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അവരോട് പറയുകയാണ്, ഇത് ഞാൻ മനുഷ്യരിൽ, നമ്മൾ ഇന്നലെ രാത്രി കേട്ടല്ലോ, മനുഷ്യരിൽ നിന്നും പ്രാപിച്ചതൊന്നുമല്ല, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് കൊരിന്ത്യ സഭയിലെ ഒരു വിഷയത്തെ അഭിമുഖീകരിച്ചപ്പോൾ താൻ പണ്ട് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പൗലോസ് എന്ത് ചെയ്യുക? എടുത്തിട്ട് വീണ്ടും ഓർപ്പിക്കുക, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്താണ്? ഓർക്കുന്നുണ്ടോ? എന്താ കാര്യം എന്നറിയാവോ? കൊരിന്ത്യ സഭയിലെ ഭിന്നതയുടെ മധ്യത്തിൽ താൻ ആ വിഷയം വീണ്ടും എടുത്ത് പറയുക. നമ്മൾ ചിന്തിക്കും ഇത് വെറുതെ കർത്താവിന്റെ മേശ ഓർത്തിട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷ മാത്രമാണെന്ന് ചിന്തിക്കല്ലേ. പൗലോസോട് നിങ്ങൾ ആ ഭാഗം എടുത്ത് നോക്കിയാൽ അറിയാം. കൊരിന്ത്യ ലേഖനം എടുക്കുക, നമുക്ക് കൊരിന്ത്യ ലേഖനം നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ താൻ ആ 23 മുതലുള്ള വാക്യങ്ങള്, അതിന്റെ 26 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ട് താൻ ഇങ്ങനെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനുശേഷം ഇത് ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ച കാര്യം, അത് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പൗലോസ് അവിടെ പറയുന്നത്. എന്നാല് 27-ാം വാക്യത്തിൽ പറയുക, താൻ ആ സഭയോട് സ്പെസിഫിക് ആയിട്ട് പറയുമ്പം ഒരു കാര്യം പ്രത്യേകം ഓർപ്പിച്ച് പറയുക, ഈ വിഷയത്തോടനുബന്ധിച്ച്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യല്ലേ, അയോഗ്യമായി അപ്പം തിന്നെ. ഇത് യേശു കർത്താവ് പറഞ്ഞ കാര്യമല്ല, പക്ഷേ ആ സഭയുടെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ താൻ പണ്ട് വാമൊഴിയായി പറഞ്ഞ കാര്യം, ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന കാര്യമാ, യേശു കർത്താവ് പറഞ്ഞ കാര്യമാ. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വിഷയത്തിന്റെ മധ്യത്തിൽ താൻ ഇത് എടുത്തു പറയുന്നത് തന്റെ ഒരു ജസ്റ്റ് റിമംബറൻസിന് വേണ്ടി മാത്രമല്ല ഈ ശുശ്രൂഷ എന്ന് പറയാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ചിന്തിക്കും വെറുതെ, ഞാൻ കൊരിന്ത്യ സഭയിൽ അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് ജസ്റ്റ് ഒരു റിമംബറൻസ് ആണ്. അവർ ഭക്ഷണം എല്ലാം കൂടെ കഴിച്ചത് അവിടെ വായിക്കുന്നുണ്ട്. അവർ വന്ന ആദ്യം ഒരു ഫീസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞു, എന്നിട്ട് അവിടെ കിടന്ന് എല്ലാം കൂടെ അടിയും പിടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് ചിലർ വിശന്നിരുന്നു, ചിലർ പട്ടിണി ഇരുന്നു. എന്നിട്ട് കർത്താവിന്റെ മേശ ഒന്ന് പങ്കിടും. പൗലോസ് പറഞ്ഞത്, ഇത് കർത്താവിന് ഞാൻ പ്രാപിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചതാ, പക്ഷെ അത് അങ്ങനെ വെറുതെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അല്ല, മറിച്ച് താൻ പറയുക, അയോഗ്യമായിട്ട് ചില കണ്ടീഷൻസ് പറയാം അതിനകത്ത്. ഡിവൈൻ വാർണിംഗ്, ദൈവികമായ ചില മുന്നറിയിപ്പുകൾ പൗലോസ് കൊടുക്കുക. അതാ നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ ശുശ്രൂഷ, ഇതിനകത്ത് നമുക്ക് ഓർമ്മിക്കാനുണ്ട്, എന്ന് വെച്ചാൽ കേൾക്കാൻ ചില കാര്യങ്ങളുണ്ട്, കാണാൻ ചില കാര്യങ്ങളുണ്ട്, അനുഭവിക്കാൻ ചില കാര്യങ്ങളുണ്ട്. കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നറിയാവോ? നമുക്കറിയാം, നമ്മൾ ഈ കർത്താവിന്റെ, ഞാൻ ഈ പിശാചിന്റെ ഏറ്റവും വലിയ മഹത്വം ചിന്തിക്കുമെന്നറിയാം. പിശാചിന്റെ ഏറ്റവും വലിയ പരിപാടി സൈഡ് ലൈൻ ചെയ്യുക, കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ആ വില കുറച്ചങ്ങ് കാണിക്കുക. അത് ഏതം തോട്ടത്തിൽ തുടങ്ങിയ പരിപാടിയാണ്. കർത്താവ് തന്റെ ഓർമ്മയ്ക്ക് വേണ്ടി 2 ശുശ്രൂഷകൾ നമ്മളെ ഏൽപ്പിച്ചു, 2 കൂദാശകൾ നമ്മൾ പറയും, ഓർഡിനൻസ് ഏൽപ്പിച്ചു. ഒന്ന് സ്നാനം, രണ്ടാമത് കർത്താവിന്റെ മേശ. രണ്ടും കർത്താവിന്റെ ക്രൂശിനോടനുബന്ധിച്ചുള്ളതാ. പക്ഷെ ഈ സ്നാനത്തെ പറ്റി പറയുമ്പം പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ സ്നാനപ്പെടുന്നത്, സ്നാനത്തിന്റെ എന്ത് ചെയ്യുക, അതിനെ അങ്ങ്
സൈഡ് ലൈൻ ചെയ്തങ്ങ് പറയുക. അത് വലിയ പ്രശ്നമൊന്നുമില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് സ്ഥാനപ്പെടുക്കുക, പൗലോസ് തന്നെ സ്ഥാനപ്പെടുത്തുന്നത് ആ വലിയ കാര്യമൊന്നുള്ള കാര്യം അല്ല. കർത്താവിന്റെ മേശ അതൊന്നും ഓർക്കാനുള്ള കാര്യമല്ലേ, അതുമല്ല. സൈഡ് ലൈൻ ചെയ്യാനുള്ള കാര്യമല്ല. കാര്യം മറിച്ച് പൗലോസ് ഈ അധ്യായം എഴുതുമ്പോൾ ആ സഭയിലുള്ള വിഷയത്തിന്റെ മധ്യത്തില് അനുദിന ശുദ്ധീകരണം വേണമെന്നുള്ള വിഷയത്തെ ഉറപ്പിക്കാൻ വേണ്ടി കർത്താവിന്റെ മേശ വെച്ചത്. താൻ പറയുന്നത്, അവിടെ പറയുന്ന കാര്യം തന്നെ താൻ ശോധന ചെയ്യണം. അവരന്നത്തെ കാലത്ത് കൂടി വരുമ്പോഴൊക്കെയും എന്ത് ചെയ്യുവാനെന്നറിയോ? കർത്താവിന്റെ മേശ വെറുതെ കൂടാനല്ല. പൗലോസ് പറഞ്ഞത് എന്തായാലും കർത്താവ് ഏൽപ്പിച്ചത് കൊണ്ട് എന്തായാലും ഒരു പ്രതിക്രിയ പോലെ ചെയ്തു പോകാനല്ല, മറിച്ച് അതിന്റെ പിന്നിലെ അർത്ഥം ഗ്രഹിച്ച് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. ഇന്ന് പൽക്കാലം നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചല്ലോ, നമ്മൾ ഓർക്കുന്നത് പല കാര്യങ്ങളും നമുക്കിവിടെ പറയാനുണ്ട്. ഒന്ന്, ഇതിന്റെ ദൈവികമായ പ്രാധാന്യമുണ്ട്, ദൈവികമായ മുന്നറിയിപ്പുകളുണ്ട്. അതിനപ്പുറമായിട്ട് ഈ മേശ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, ഇതിനകത്ത് ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നുണ്ട്. ഓർമ്മ പലപ്പോഴും നല്ലതല്ലേ, ഓർമ്മ കൊണ്ടുവരുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഓർമ്മ കൊണ്ടുവരുന്നത് പല നിലകളിലാണ്. ഈ വിഷയത്തെ പറ്റി നമ്മൾ രാവിലെ പാട്ടിനകത്ത് പാടി, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിന്റെ ഓർമ്മ നമ്മൾ കേൾക്കുവാനിടയായി. എന്നാൽ ഇറ്റ് ഈസ് എ ടേബിൾ ഓഫ് റിമംബറൻസ്. ഓർമ്മയുടെ ഒരു മേശ മാത്രമായിട്ട് നമ്മൾ ഇതിനെ മാറ്റുവോ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ടേബിൾ ഓഫ്, നമ്മൾ പറയുന്നത് ഇവിടെ പുതിയ നിയമം, അല്ലെങ്കിൽ അതൊരു കവനന്റ്. ടേബിൾ ഓഫ് കവനന്റിന്റെ ഒരു ഓർമ്മ മാത്രമല്ല, കർത്താവിനെ പറ്റിയുള്ള ഒരു ഓർമ്മ, കർത്താവിനെ പറ്റിയുള്ള ചെറിയ ഓർമ്മ മാത്രം പോകുവാനല്ല, മറിച്ച് താഴോട്ട് താൻ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ താൻ പറയുന്നുണ്ട്. എന്നാൽ ടേബിൾ ഓഫ് ഒബീഡിയൻസ്, ഞാൻ കർത്താവെങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തെന്നാൽ, കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ, ഡു ഇറ്റ് ഇൻ റിമംബറൻസ് ഓഫ് മീ. ടേബിൾ ഓഫ് ഒബീഡിയൻസ്, അനുസരണത്തിന്റെ ടേബിളായത്. ചില ആൾക്കാർ അതാ ഞാൻ പറഞ്ഞു, പങ്കെടുക്കുക, ഓ ഇത് വലിയ കാര്യമൊന്നുമില്ല, ഓർക്കാനല്ലേ പറഞ്ഞു, ഞാൻ വീട്ടിൽ ഇരുന്ന് എപ്പോഴും കർത്താവിനെ ഓർക്കുന്നുണ്ട്, ഇതിന്റെ ആവശ്യം. അനുസരണത്തിനകത്തൊരു ബ്ലെസ്സിംഗ് ഉണ്ട്. കർത്താവ് പറയാ ടേബിൾ ഓഫ് ഒബീഡിയൻസ് ആയത്, അനുസരണമുണ്ട്. അതിന് പിന്നെ എന്നാ പിന്നെ ചേച്ചാ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞല്ലേ. പൗലോസ് ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അതിന്റെ ഓരോ കാര്യങ്ങൾ താഴോട്ട് വരുമ്പോൾ പിന്നെ താൻ പറയുന്ന 26 വാക്യത്തിൽ വായിക്കുമ്പോൾ താൻ പറയുന്നത്, ഇറ്റ് ഈസ് എ ടേബിൾ ഓഫ് പ്രൊക്ലമേഷൻ. എന്താ വായിക്കുന്നത്? അവന്റെ മരണത്തെ ആര് പ്രസ്താവിക്കുന്നു? യേശു കർത്താവ് പ്രസ്താവിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. ഇത് തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം ആരാ? അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രസ്താവിക്കുന്നു. ടേബിൾ ഓഫ് പ്രീച്ചിങ്, ഒരു പ്രസംഗത്തിന്റെ മേശയായത്. എന്താ പ്രസംഗിക്കുന്നത്? കർത്താവിന്റെ മരണം. അതാരാ പ്രസംഗിക്കുന്നത്? നമ്മള്. ഇത് എന്റെ അച്ഛൻ ഇത് വെറുതെ എടുക്കാൻ, അതല്ല, ഓർമ്മയല്ല. ഇത് നിങ്ങൾ എടുക്കുമ്പോൾ യു ആർ പ്രീച്ചിങ് ടു ദ വേൾഡ് അബൌട്ട് ദ ഡെത്ത് ഓഫ് ദ ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ക്രൂശിനെ പറ്റി, ക്രിസ്തുവിന്റെ മരണത്തെ പറ്റി പ്രസംഗിക്കുന്നവരാ നമ്മള്. ഞാൻ പണ്ട് ചില ആൾക്കാരുണ്ട് ഈ പ്രസംഗക്കാരെ പറ്റി പറയുമ്പോൾ പല നിലയുള്ള പ്രസംഗക്കാരുണ്ട്. അനുഭവമില്ലാത്ത, ഞാൻ പറഞ്ഞില്ല, അനുഭവമില്ലാത്ത പ്രസംഗിക്കുന്നവർ, ഭയങ്കര പ്രസംഗം, ആത്മീയ ജീവിതം എന്തോ എന്ന് വെച്ചിരിക്കുന്ന പ്രസംഗം. അവന്റെ ജീവിതത്തിൽ യാതൊരു അനുഭവം കാണത്തില്ല. വിലയില്ലാത്ത പ്രസംഗമല്ല പൗലോസ് പറയുന്നത്. ക്രിസ്തുവിന്റെ മരണം വഹിക്കുന്നവരാകണം, എന്നിട്ട് നമ്മൾ പ്രൊക്ലെയിം ചെയ്യണം. ഇത് ടേബിൾ ഓഫ് പ്രീച്ചിങ്, പ്രസംഗത്തിന്റെ ടേബിളും കൂടെ. ഇത് വെറുതെ ഭക്ഷിക്കാനുള്ളതല്ല. ഭക്ഷിക്കുമ്പോൾ നമ്മൾ പറയണം മറ്റുള്ളവരോട്, ഞാൻ കർത്താവിന്റെ മകനാണ്, അവന്റെ മരണം വഹിക്കുന്നവനാണ്. ഈ മരണം വഹിക്കാന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ല. പൗലോസ് പറയുന്നു, അവന്റെ മരണം ഞാൻ എപ്പോഴും വഹിക്കുന്നുണ്ട്. ലേഖനത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? തന്റെ ജീവിതത്തിൽ കടന്നു വരും. നമ്മൾ ഈ മരണം വഹിക്കാന്ന് പറയുമ്പം, ഈ മരണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഇഷ്ടങ്ങളെ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നതാണ് മരണം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ചില മരണങ്ങളുള്ളവർക്ക് ക്രിസ്തുവിന്റെ മരണം. കർത്താവ് പറഞ്ഞ പോലെ കുടുംബത്തെ എല്ലാം വിടണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴും ശ്രദ്ധിക്കണേ, ഭാര്യയെയും മക്കളെയും അപ്പനെയും അമ്മയൊക്കെ വിടാത്തവൻ എനിക്ക് ഇതുകൊണ്ട് അങ്ങോട്ട് എക്സ്ട്രീമായിട്ട് എന്നാ പിന്നെ എല്ലാത്തിനെയും ഇട്ടേച്ച് ആ കാര്യമല്ല പറയുന്നത്. പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. യു ഹാവ് ടു സെറ്റ് ദ പ്രയോറിറ്റി. നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളുടെ മേൽ മരണം നമ്മൾ അനുവദിക്കപ്പെടുന്നവരായിരിക്കണം. ക്രിസ്തുവിന്റെ മരണം. കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ക്രൂശ് എടുത്ത് തന്നെ അനുഭവിക്കണം. നാൾതോറും നിങ്ങളുടെ ക്രൂശ് എടുത്ത്. ഇങ്ങനെ പ്രസംഗിക്കുന്നവരെ പറ്റിയായി പറയുന്നത്. പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഞാൻ അതിന്റെ വേറൊരു കാര്യം പറയും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം അച്ഛാ ഇത് കട്ടിയുള്ള കാര്യമാണല്ലോ. പക്ഷെ 10ാമത്തെ ആയിട്ട് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ടേബിൾ ഓഫ് ബ്ലെസ്സിങ്. നാം അനുഗ്രഹിക്കുന്ന
അനുഗ്രഹപാത്രം. ഇതിനകത്തൊരു ബ്ലെസ്സിങ് ഉണ്ട്. ഇറ്റ്സ് എ ടേബിൾ ഓഫ് ബ്ലെസ്സിങ്. അനുഗ്രഹത്തിന്റെ ടേബിളായത്. ഞാൻ പറഞ്ഞപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? വെറുതെ ഒന്ന് ഓർമ്മിച്ചിട്ട് എന്തെങ്കിലും കൊണ്ടുവരുമ്പോ കൊണ്ടുപോകാനുള്ള ടേബിളല്ല, കർത്തൃമേശയല്ല ഇത്. അത് വെറും അപ്പം കഴിക്കാനുള്ളതല്ല. പൗലോസ് ഇതിൽ മുന്നറിയിപ്പായിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാ അച്ഛാ, ഇതൊക്കെ പറഞ്ഞത് ശരിയാ, പക്ഷെ ഒരു കാര്യമുണ്ട്. താൻ പറയാ, ജീവിതം അനുഭവത്തോടെ നമ്മൾ ഇതിൽ നിന്ന് പങ്കെടുക്കണം. കർത്താവിന്റെ ഓർമ്മയുണ്ട്. കർത്താവിന്റെ ഓർമ്മ കൊണ്ടുവരുന്നത് അവൻ നിനക്ക് വേണ്ടി മരിച്ചതാ, നീ അവന് വേണ്ടി ജീവിക്കേണ്ടവരാ. അവൻ നിനക്ക് വേണ്ടി മരിച്ചെങ്കിൽ ആ മരണം ചൂടടയാകുമ്പോൾ എന്റെ ജീവിതത്തിൽ വഹിക്കേണ്ടതാണ്. ഹല്ലേലൂയ. അത് ശ്രേഷ്ഠകരമായ. അല്ലെങ്കിൽ പിന്നെ കർത്താവിന് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർത്താൽ മതി എന്ന് ഞങ്ങൾ പാട്ടിനകത്ത് ഓർക്കുന്നുണ്ട്, പ്രസംഗത്തിനകത്ത് ഓർക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. അതല്ല, നമ്മൾ ഓരോ വ്യക്തികളും ഇതിനെ പ്രസംഗിക്കുന്നവരാകണം. പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് അതിന്റെ ഞാൻ പെട്ടെന്ന് എടുക്കുക. ഇറ്റ് ഇസ് എ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. അത് കഴിഞ്ഞു. രണ്ടാമത് നമ്മളിവിടെ 27-ാം വാക്യത്തിൽ വന്ന് അയോഗ്യമായ അപ്പം തിന്നുന്നത്. ഈ ഇതൊരു യോഗ്യതയുടെ ടേബിളും കൂടാ കേട്ടോ. അല്ല, യോഗ്യത ആരാ ഇതിന്റെ യോഗ്യത? ഞാൻ പറയാം, ഇത് യോഗ്യത എന്ന് പറഞ്ഞ ശ്രദ്ധിച്ചു പോലെ ഇത് യോഗ്യമായി ഭക്ഷിക്കണമെന്ന്. എന്താ യോഗ്യമായി? കൊച്ചുപിള്ളാരെയൊക്കെ ഭക്ഷണം വെച്ചിട്ട് മേശ വെച്ച് കഴിഞ്ഞാൽ അളിച്ച് പറിച്ച് മേശ എല്ലാം കൂടെ വൃത്തികേടാക്കി, കണ്ടിട്ടില്ലേ? യോഗ്യമായിട്ട് ഭക്ഷിക്കുന്ന അതിന്റെ സെറ്റപ്പ് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ കണ്ടു. അവരൊക്കെ ഹോട്ടലിൽ കയറിയ വട്ടത്തിൽ ഇരുന്ന് അവര് സ്പൂൺ ഒക്കെ വെച്ച് വളരെ ക്ലിയറാണ്. നമ്മളൊക്കെയാണ് ഇവിടെ ആളിച്ച് പിടിച്ച് കൈ ചോറ്, ഞാൻ എന്ന് പറഞ്ഞില്ലേ, ചോറൊക്കെ കൊണ്ടുവച്ചിട്ട് അവരുടെ സ്പൂൺ കൊണ്ട് കഴിയും. കൈക്കത്തൊന്നും ഒരു പ്രശ്നമില്ല. സ്പൂണിൽ കുത്തി എല്ലാം കഴിഞ്ഞ് ഞാൻ വെച്ചാൽ ഈ ചോറും ചിക്കനും മീൻ കറി എല്ലാം കൂടെ ഒരു ഇത്രയേ ഉള്ളൂ, ഒരു സ്പൂൺ കൊണ്ട്. എന്റെ കയ്യിലും സ്പൂൺ തന്നു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി, ഞാനും സ്പൂൺ വെച്ചു. ഞാൻ കഴിഞ്ഞാൽ അവരവിടെ ഒന്നുമില്ല, കഴിച്ചു കഴിഞ്ഞാൽ അത് കൈ പോലും കഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം എല്ലാം കുടിച്ചാൽ പോവും. അത്ര കയ്യിലെങ്ങും ഒരു ഇതുമില്ല. നമ്മളാണ് ചോറ് വെച്ച് കൈയെല്ലാം മണവും വന്ന ആകപ്പാടെ. ഞാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു എന്താ പറയുക, യോഗ്യമായിട്ട് അവർ ഭക്ഷിക്കുന്നത് ഒരു ടേബിൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ മേശയെ പറ്റി പറഞ്ഞാൽ യോഗ്യമായിട്ട് വേണം. എന്താ യോഗ്യത? യോഗ്യമായിട്ട് പറയുന്നത് അത് പൗലോസ് ആവട്ട് പറയുന്നുണ്ട്. ഇത് യോഗ്യമായ ടേബിൾ ആണുള്ള കാര്യം ഇതിനൊരു വിലയുള്ളത് കൊണ്ടാ. ഒരു വലിയ ശ്രേഷ്ഠമായ പദവിയിൽ നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തിയാലുണ്ടല്ലോ, നമ്മളെ ഒരു വലിയ ഷെയ്ക്കിന്റെ മേശ ഫുഡിന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അളിക്കാനും പറിക്കാനും ഒന്നും പറ്റത്തില്ല. ഇന്ന് പൽക്കാൽ നിന്നെ ശത്രുക്കൾ മുമ്പാകെ മേശ ഒരുക്കിയ ടേബിളായത്. ഇത് നിന്നെ കാണിക്കുന്നത് നിന്റെ ജീവിതത്തെ ജയത്തെ കാണിക്കുന്നതാ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ടേബിൾ നിന്നെ കൊണ്ടിരുത്തെങ്കിൽ യോഗ്യമായിട്ട് വേണം അത് ഭക്ഷിക്കാൻ. സഭയുടെ ഭിന്നതയുടെ മധ്യത്തിലാണ് പൗലോസ് ഇത് പറയുന്നത് കേട്ടോ. അത് നിങ്ങളിൽ ഭിന്നത നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു, അതുകൊണ്ട് പറഞ്ഞിട്ട് പണ്ട് താൻ വാമൊഴിയായി പറഞ്ഞത് താൻ എഴുതി കൊടുത്തിട്ട് പറയുക, ഇത് യോഗ്യമായിട്ട് ഭക്ഷിക്കണം. ഇന്ന് വൽക്കാലം ഞാൻ നിങ്ങൾ പറയട്ടെ, ഇത് യോഗ്യമായിട്ട്. നമ്മളൊക്കെ കർത്താവിൽ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി സ്നാനപ്പെട്ട് ജീവിക്കുന്നവരെല്ലാം യോഗ്യതയുള്ളവരാ. പക്ഷെ യോഗ്യതയുള്ളവർ യോഗ്യമായിട്ട് ഭക്ഷിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ട്. യോഗ്യതയുള്ളവര് യോഗ്യമായിട്ട് ഭക്ഷിക്കണം. ഇതുപോലെ യോഗ്യമായിട്ട് നമ്മളെ തന്നെ ശോധന. അത് പൗലോസ് ആവട്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ ടേബിൾ ഓഫ് എക്സാമിനേഷൻ. ഇത്രയും ഉണ്ടായിരുന്നു വെച്ചാൽ അപ്പൊ ഇതെന്താ? ടേബിൾ ഓഫ് എക്സാമിനേഷൻ. നമ്മളെ എന്ത് ചെയ്യുന്ന ടേബിളായത്? ശോധനയുടെ മേശയാ. ഇത് യേശു കർത്താവ് കൊടുത്ത ശുശ്രൂഷയുടെ സമയത്ത് ഇതൊന്നും പറഞ്ഞില്ലായിരുന്നു കേട്ടോ. എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണമെന്നും. ഇത് ഇറ്റ് ഈസ് എ ടേബിൾ ഓഫ് കവനന്റ്. അത് തന്നെ വലിയ പ്രശ്നമാണ്. ടേബിൾ ഓഫ് ഉടമ്പടിയുടെ മേശ. യേശു കർത്താവ് പറഞ്ഞതാ, എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഈ പഴയ നിയമത്തിൽ മോശ ഉടമ്പടി വെച്ചപ്പോ എന്താ ചെയ്തെന്നറിയോ? നിങ്ങൾ ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചു. ജനങ്ങളെല്ലാം പറഞ്ഞു ചെയ്യാന്ന്. യോഗം കഴിച്ചിട്ട് രക്തം എടുത്തിട്ട് നിങ്ങളുടെ ഉടമ്പടിയുടെ രക്തം മോശ എന്ത് ചെയ്തു? എല്ലാവരുടെ മേലെ അങ്ങ് തളിച്ചു. എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ ഉടമ്പടിയുടെ മേളില് മോശ തളിച്ച ആ ഉടമ്പടി അങ്ങ് പോയി. പുതിയ നിയമ ഉടമ്പടി എന്നറിയോ? പുതിയ ഉടമ്പടി എന്ന് പറയുമ്പോൾ മനുഷ്യ കുലത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് യേശു കർത്താവ് നമുക്ക് വേണ്ടി നിന്നിട്ട് പിതാവുമായിട്ടൊരു ഉടമ്പടി എടുത്തു. അതാ പ്രൊപ്പീസിയേഷൻ. നമുക്ക് പകരക്കാരനായിട്ട് അവൻ മാറി. ഇന്ന് പറയാൻ നമുക്ക് എടുക്കാൻ വയ്യാത്ത ചില കവനന്റെ അകത്ത് ചില കണ്ടീഷൻസ് ഉണ്ട്. ഹല്ലേലൂയ. അത് നമുക്ക് പകരക്കാരനായിട്ട് യേശു കർത്താവ് തീർത്തിട്ട് എന്ന് പറയാ, ഇത് നിങ്ങൾ ഓർക്കുന്ന എന്തിനാണെയോ? ഇത് ഞാൻ എന്റെ രക്തത്തിൽ പുതിയ നിയമമെന്നാ. മറ്റേ പഴയ നിയമത്തിൽ പറയുന്നത് ഉടമ്പടിയുടെ രക്തം എന്ന് പറയുമ്പോൾ ഇത് രക്തത്തിനകത്തെ ഉടമ്പടി. നീ ഇത് കഴിക്കുമ്പോൾ ഓർക്കണം, നിന്നെ ഈ ഉടമ്പടിക്കകത്ത് ഞാൻ ആക്കിയിരിക്കുക. എത്ര സന്തോഷമാണ്. വിശ്വസിക്കുന്ന നമ്മളെ ഈ പുതിയ ഉടമ്പടിക്കകത്ത് അങ്ങ് കയറ്റിയേക്കുക. മറ്റവരെന്ത് ചെയ്യുന്നറിയോ? ഞങ്ങൾ ചെയ്യാം, ഈ കൽപ്പനകളൊക്കെ എന്ത് ചെയ്തേക്കാം, ഞങ്ങൾ ചെയ്യാമെന്ന് മോശ പറഞ്ഞു. എന്നാ നീ തളിച്ചു തരണം, നിന്നെ വിട്ടേക്കുന്നു. മറ്റൊറ്റ ഉണത്തിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ പുതിയ നിയമ ഉടമ്പടിയുടെ പ്രത്യേകത, ക്രിസ്തു നമുക്ക് വേണ്ടി പകരക്കാരനായി.
അവിടെ പുതിയ ഉടമ്പടി എന്നിട്ട് പറയുക, നീ ഇത് കുടിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോളം, വിശ്വാസത്താൽ നീ ഉടമ്പടിക്കകത്തായവനാ. നിനക്ക് റെസ്പോൺസിബിലിറ്റി, എല്ലാത്തിനകത്തും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. താഴോട്ട് വായിക്കുമ്പോൾ ഇറ്റ്സ് എ ടേബിൾ ഓഫ് എക്സാമിനേഷൻ. അതുപോലെ തന്നെ ഇത് കുറ്റവിധിയുടെ മേശയും കൂടെ, ടേബിൾ ഓഫ് കണ്ടംനേഷൻ. എന്നുണ്ട് കുറ്റവിധിയുടെ മേശ. ആരുടെ കാര്യമാണ് പറയുന്നത്? തന്നെ നമ്മൾ ശോധന ചെയ്യാത്തവന് ഈ മേശ എന്തായിട്ട് മാറും? ഇവിടെ വായിക്കുന്നുണ്ട് കുറ്റവിധിയുടെ മേശ. അങ്ങനെ ശിക്ഷാവിധി എന്ത് ചെയ്യും? തിന്നുകയും കുടിക്കുകയും ചെയ്യും. അതിന് പൗലോസ് ഈ പറയുന്ന കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഭിന്നതയുള്ള ജനത്തിന്റെ മധ്യത്തിൽ അവരോട് പറയുക, ഇത് കുഞ്ഞുകളിയല്ലെന്നാ ചുരുക്കത്തിൽ പറഞ്ഞത്. യോഗ്യമായിട്ട് ചെയ്യണം. ഇന്ന് പോൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതിനകത്ത് വലിയ ഒരു പാട്ടുകാരിങ്ങനെ പാടിയത്, മഹാത്മ്യമേ ഇതിൻ അനവധിയുണ്ട്, ഇതിന് രഹസ്യങ്ങൾ, ഒത്തിരി രഹസ്യം. നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ആഴത്തിൽ നിന്ന് പങ്കെടുക്കണം. ഹല്ലേലൂയ. ഞാൻ പറയാം, ഇത് വെറുതെ പങ്കെടുത്ത് എന്തിനാച്ചാ പങ്കെടുക്കുന്നത്? ഇറ്റ് ഈസ് എ കപ്പ് ഓഫ് ബ്ലെസ്സിംഗ്. അനുഗ്രഹത്തിന്റെ മേശയായത്. നീ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ, ഈ പറഞ്ഞ ഓർഡറിൽ നീ ഏറ്റെടുക്കുമ്പോൾ, ഇത് ബ്ലെസ്സിംഗ് ആയിട്ട് നിനക്ക് മാറും. ഭിന്നത വെച്ചോണ്ട് ഇത് പങ്കെടുക്കരുതെന്നാ പൗലോസ് പറഞ്ഞതിന്റെ ചുരുക്കം. ഹല്ലേലൂയ. വഴക്ക് വെച്ചോണ്ട് പങ്കെടുക്കരുത്. നിങ്ങൾക്ക് അറിയുന്നില്ല, അതിന്റെ ബാക്കി സമയമില്ലാത്തതുകൊണ്ടാ. അതിന്റെ 11-ന്റെ-18 വായിക്കുന്നുണ്ട്. ഭിന്നത നല്ല കാര്യത്തിന് കർത്താവ് കൊടുത്ത ശുശ്രൂഷയാ. അവസാനം പിന്നെ എന്ത് ചെയ്തു? ഭിന്നതയ്ക്കായി. അവസാനം പറയുക, ഇറ്റ് ഈസ് എ ടേബിൾ ഓഫ് ഡിസിപ്ലിൻ, ഡിവൈൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലശിക്ഷയുടെ മേശ. നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന മേശ. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമ്മൾ എത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ശുശ്രൂഷയാണിത്. ഒരു നിമിഷം നമുക്ക് ദൈവത്തിന്റെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാവും നമുക്ക്. ഹല്ലേലൂയ. ഇതിനകത്ത് ഒത്തിരി രഹസ്യങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ചിലര് ഈ പറഞ്ഞ നിലയിൽ തങ്ങളെ തന്നെ ശോധന ചെയ്തുകൊണ്ട്, ഹല്ലേലൂയ കർത്താവേ, എന്റെ ജീവിതത്തിൽ അവിടുത്തെ സഭയിൽ ഒരു ഭിന്നത വന്നത്, ഹല്ലേലൂയ, ആ ഭിന്നത വന്നപ്പോൾ പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ ഇത് കൊടുത്തത്, ഹല്ലേലൂയ, കർത്താവ് ഇത് നൽകിയത് വെറുതെ ഓർമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇതൊരു ഉടമ്പടിയുടേത് മാത്രമല്ല, ഇതൊരു പ്രൊക്ലമേഷന്റേതാണ്. മാത്രമല്ല, ഇത് യോഗ്യതയോടെ വശിക്കണം. ഇതിനകത്തൊരു ശോധനയുടെ മേശയാണ്. ശത്രുക്കൾ മുമ്പാകെ ഒരുക്കുന്ന മേശയാണ്. ഇത് കുറ്റവിധിയുടെ മേശയാണ്. ബാലശിക്ഷയുടെ മേശയാണ്. പക്ഷെ ഒരു കാര്യങ്ങളുണ്ട്, കപ്പ് ഓഫ് ബ്ലെസ്സിംഗ് ആണ്, ടേബിൾ ഓഫ് ബ്ലെസ്സിംഗ് ആണ്, അനുഗ്രഹത്തിന്റെ മേശയാണ്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവ് ഇത്രയും, ഞാൻ പറയാം, എന്തുകൊണ്ടാണ് കർത്താവ് ഇത്രയും ആഴത്തിൽ പറയുന്നറിയാവോ? ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം പറയട്ടെ, ഒരു വിഷയത്തിന്റെ വില കൊടുത്തനുസരിച്ചിട്ടായിരിക്കും അതിന്റെ പ്രൊട്ടക്ഷൻ വരുന്നത്. ഹല്ലേലൂയ. ആരും സ്വർണം കൊണ്ടുവന്നിട്ട് വീട്ടിലെ മുറ്റത്ത് കൊണ്ട് നിലത്തുനിന്ന് കൊണ്ട് ഇടത്തില്ല. അത് നിന്നെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുത്തത് കൊണ്ട് ഹല്ലേലൂയ, അതിൻ്റെതായ വിലയിൽ നീ ഇതിനെ പങ്കെടുക്കുവാൻ ദൈവം ഓർപ്പിക്കുക. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. നമ്മളെ തന്നെ ഒന്ന്, നമ്മൾ രാവിലെ പാട്ടൊക്കെ പാടി നമ്മളെ തന്നെ ശോധന ചെയ്തു. ഇത് മാനസാന്തരത്തിന് വേണ്ടി ദൈവം ഒരുക്കിയതാ. ആ സഭയ്ക്കോട് പറയുക, ഭിന്നതയുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞ് തന്നെ, അവിടെ പറയുന്ന വാക്കുണ്ട്, തന്നെ താൻ ശോധന ചെയ്യണം. പാസ്റ്ററല്ല ശോധന ചെയ്യുന്നത്, അപ്പുറത്തെ വ്യക്തിയല്ല ശോധന ചെയ്യുന്നത്. സാവിച്ചാൻ എപ്പോഴും പറയാം, തന്നെത്താൻ ശോധന ചെയ്യുന്നത് രാജാക്കന്മാരാണ്. ആ ജഡ്ജിയുടെ മേളെയുള്ള ആരാന്നറിയോ? രാജാവ്. രാജാവിനെ കുറ്റം വിധിക്കാൻ ആരുമില്ല. നമ്മൾ തന്നെത്താൻ ശോധന ചെയ്യുന്നത്, പാസ്റ്റർ ശോധന ചെയ്യാൻ പറയുന്നത് നീ രാജാവായോണ്ടാ. ഹല്ലേലൂയ. നിന്റെ പൊസിഷൻ, ഹല്ലേലൂയ, നീ രാജകീയ പുരോഹിത വർഗമാ. നീ നിന്നെ തന്നെ ശോധന ചെയ്യണം. എന്നാൽ നീ എന്ത് ചെയ്യും? ഇതൊരു കപ്പ് ഓഫ് ബ്ലെസ്സിംഗ് ആയിട്ട് മാറും. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പൽക്കാലം സഭയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി മർമ്മങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലോ കർത്താവേ. ഇന്ന് പൽക്കാലം ഞങ്ങൾ ഇത് കേട്ടു. ഞങ്ങൾ കർത്താവേ അപ്പവീഞ്ഞുകൾ കാണുന്നു, ഞങ്ങൾ അപ്പവീഞ്ഞുകൾ അനുഭവിക്കുന്നു കർത്താവേ. ഒത്തിരി കർത്താവേ, ഇന്ന് പൽക്കാലം അതിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നീ ഞങ്ങളെ ഓർപ്പിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഇന്ന് പൽക്കാലം അനുഗ്രഹത്തിന്റെ കപ്പായി മാറട്ടെ കർത്താവേ, അനുഗ്രഹത്തിന്റെ ടേബിളായി മാറട്ടെ കർത്താവേ. ഇന്ന് പൽക്കാലം വിശ്വാസത്തോടെ ഇതിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് നീ ഓർപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം മുഴുവൻ കർത്താവെ നിന്റെ ക്രൂശ് മരണത്തിൽ ഉണ്ടല്ലോ കർത്താവെ. ഞങ്ങൾ വിശ്വാസത്തോടെ പങ്കെടുക്കുമ്പോൾ അത് കർത്താവെ വിശ്വസിക്കുന്നവരുടെ മേൽ കർത്താവെ ആ ദൈവിക ശക്തി ഇന്ന് പൽക്കാലം പകർന്നു കൊടുക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ ശോധന, ഞങ്ങളുടെ ചിന്തകള്, ഞങ്ങളുടെ പ്രവർത്തികൾ, ഇടപാടുകള് കർത്താവെ ഭിന്നത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് ഇന്ന് പൽക്കാലം ക്ഷമിച്ച് ദൈവകൃപയിൽ കർത്താവെ അവിടുത്തെ രക്തം സകല പാപത്തെയും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന വചനം പറയുന്നില്ലല്ലോ. ഇന്ന് പൽക്കാലം കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു
നിന്റെ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവജനം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, തിരുവചനം പറയുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച് വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്നവർക്കായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. അവർ തന്നെ ശോധന ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതിന് 2 തലമുണ്ട്. ഒരു സമയം ടേബിൾ ഓഫ് ബ്ലെസ്സിങ് ആകും, അതേസമയം തന്നെ ടേബിൾ ഓഫ് ഡിസിപ്ലിൻ, ഹല്ലേലൂയ, ഡിവൈൻ ഡിസിപ്ലിന്റെയും ബാലശിക്ഷയുടെ ടേബിളും ആകുന്നു. നിങ്ങൾക്ക് നമ്മളാ ഡിസൈഡ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമുക്ക് തന്നെ ഒരു വലിയ ഇത് കിട്ടാമെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എളുപ്പമായിരുന്നു അല്ലേ? ഐ ആം ഡിസൈഡ്, കർത്താവ് ഞാൻ തന്നെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. താങ്ക് യു ലോർഡ്. അങ്ങനെയുള്ളവർക്ക് പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ പറഞ്ഞവരുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ഇരിക്കുന്ന പ്രായമുള്ളവരോട് തന്നെ ഇരുന്നാൽ മതി. പങ്കെടുക്കുന്നവര് ബാക്കി ബഹുമാന ഞാൻ ഇത് യോഗ്യമായിട്ട് ഭക്ഷിക്കാൻ നമ്മൾ മുട്ടന്മേലിരുന്ന് ഭക്ഷിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ നമുക്ക് സാവകാശമില്ലാത്തതുകൊണ്ട് നമ്മൾ ദൈവസന്നിധി ബഹുമാന സൂചകമായി, ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് നമുക്ക് ചങ്കിലെ ചോര തന്ന് നമ്മളെ വീണ്ടെടുത്തതാണ്. ഹല്ലേലൂയ. ഇതിന് അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം പങ്കെടുക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യോജനം പറഞ്ഞ് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഈ അപ്പവീഞ്ഞുകൾ ഇവിടെ പാസ്റ്റർ അല്ല നുറുക്കുന്നത്. പൗലോസ് പറഞ്ഞ നാം നുറുക്കുന്ന ഈ അപ്പം ഒന്നിച്ചു ചേർന്ന് അത് നുറുക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ നുറുക്കിയെടുക്കുമ്പോൾ, നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയെ, നമ്മളൊരു ശരീരമാണ്. ശരീരത്തെ വിവേചിക്കാതെ 2 അർത്ഥമുണ്ട്. നമ്മുടെ ശരീരത്തെ വിവേചിക്കണം, സഭ എന്ന ശരീരത്തെ വിവേചിക്കണം. നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയോട് നിനക്ക് ഭിന്നത ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഇന്ന് പൽക്കാലം ഒരു വാണിംഗാണ് നമുക്ക് തരുന്നത്. You will go under the discipleship of the Lord. Divine discipleship നീ പോകുമെന്ന് പൗലോസ് ആ സഭയോട് പറയുക. അനേകരും രോഗികളും നിദ്ര കൊള്ളുകയും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ തന്നെ ഗ്രഹിച്ചാൽ മതി. താങ്ക് യു ലോർഡ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് പൽക്കാൻ ചിലർക്ക് ഇത് ബ്ലെസ്സിങ് ആയിട്ട് മാറും, അനുഗ്രഹമായിട്ട് മാറും. ആ ദൈവത്തിന്റെ വചനം പറയുന്നത് നീ അത് ക്ഷമയോടെ വിശ്വാസത്തോടെ എടുക്കുമ്പോൾ ഇതൊരു കപ്പ് ഓഫ് ബ്ലെസ്സിങ് ആവും. ഇത് മാറി എന്നാ പിന്നെ അച്ഛാ ഞാൻ പങ്കെടുക്കുന്നില്ലെന്ന് പറയാതെ പോകാനുള്ളതല്ല. പലരും അങ്ങനെയല്ലോ, എന്നാ പിന്നെ നിങ്ങൾ മാറിയിരിക്കാനല്ലോ പറഞ്ഞത്. തന്നെ താൻ ശോധനയായിട്ട് എടുക്കണമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. നിന്നെ തന്നെ മാനസാന്തരപ്പെടുത്തണമെന്നാ പറയുന്നത്, മാറി നിൽക്കുവാനല്ലോ പറയുന്നത്. കാരണം അത്രയ്ക്ക് ശ്രേഷ്ഠകരമായ ശുശ്രൂഷയാണ്. നമുക്ക് ചേർന്ന് ദൈവങ്ങളെ ഏൽപ്പിച്ച്, നമുക്ക് ഈ അപ്പത്തെ ദൈവങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഞാൻ പറയാം, ഇതൊരു ടേബിൾ ഓഫ് വർഷിപ്പും കൂടാ, ടേബിൾ ഓഫ് താങ്ക്സ് ഗിവിങ്. അപ്പം കരങ്ങളിലെടുത്ത് യേശു കർത്താവ് സ്തുതിച്ചു. ഇങ്ങനെ നമ്മൾ വായിക്കും മത്തായി